السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله بالفائزين برضا الله ما بعد. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാം ഒരു സുന്ദരമായ ഒരു പൂന്തോപ്പിലാണ് നിൽക്കുന്നത്. വിശുദ്ധ റമളാൻ എന്ന് പറയുന്ന സുന്ദരമായ പൂന്തോപ്പിലാണ് നാം നിൽക്കുന്നത്. ആ സുന്ദരമായ പൂന്തോപ്പിൽ ഏതാനും പൂക്കൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി. എന്നിരുന്നാലും വരാനിരിക്കുന്ന സുന്ദരമായ പൂകൾ കഴിഞ്ഞ പൂവുകളെക്കാൾ അതല്ലെങ്കിൽ കഴിഞ്ഞ ദിനത്തിനേക്കാൾ വളരെയധികം സുന്ദരമായ ആവശ്യങ്ങൾ റബ്ബിലേക്ക് ചോദിക്കേണ്ടതും അതുപോലെ തന്നെ റബ്ബിലേക്ക് അടുക്കേണ്ടതുമായ സുന്ദരമായ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധ റമളാനിൽ ഒരു സമയത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സമയത്തിൽ തൻ്റെ റബ്ബിനോട് നാം നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്ക് വേണ്ടതെല്ലാം ചോദിക്കാൻ പറയുന്ന ഒരു പ്രത്യേകമായ സമയമുണ്ട്. മഹത്തുക്കളായ ആളുകളെ ആ സമയത്ത് തൻ്റെ റബ്ബിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാനുമെല്ലാമാണ് ആ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള ഒരു സമയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമുക്കറിയാം, നോമ്പ് തുറക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ആ സമയങ്ങൾക്ക് മുമ്പുള്ള പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. തൻ്റെ യജമാനൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പട്ടിണി കിടന്ന് പ്രയാസങ്ങൾ അനുഭവിച്ച് ദാഹം അനുഭവിച്ച് എല്ലാ പ്രശ്നങ്ങളും സഹിച്ച് റബ്ബിന് വേണ്ടി നോമ്പെടുക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന, ആ നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പുള്ള ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് നാം എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. ആധുനിക ലോകത്ത് മനുഷ്യൻ ആ സമയങ്ങളിൽ ഒരുപാട് ബിസിയാണ്. സ്ത്രീകളാണെങ്കിൽ അടുക്കളകളിലും പുരുഷന്മാരാണെങ്കിൽ അവരെ സോഷ്യൽ മീഡിയകളിലും മറ്റുമായി സമയം ചിലവഴിക്കുന്ന സമയങ്ങളാണ്. ആ സമയത്ത് റബ്ബിലേക്ക് നാം നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ റമളാനിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ ആ റമളാൻ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ റബ്ബിലേക്ക് അടുക്കാനുമുള്ള ഒരു സന്ദർഭമാക്കി അല്ലാഹു തആല തീർത്തു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.